കോൺഗ്രസ് പാർട്ടി എന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു മുഖംമൂടി മാത്രമാണ്. കോൺഗ്രസിനോട് പ്രീതി കാണിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പ്രീതി കാണിക്കുന്ന വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തികളെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോഴിതാ ഹിന്ദു സമൂഹത്തെ ജാതീയമായും പ്രാദേശികമായും വിഭജിച്ച് ഇന്ത്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമേ അല്ലെന്ന അങ്ങേയറ്റം അപകടകരവും പ്രകോപനപരവുമായിട്ടുള്ള വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ഇസ്ലാമിക പുരോഹിതൻ മൗലാന സജ്ജദ് നൊമാനി. ഹിന്ദു സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങളെയും ദളിതരെയും ആദിവാസികളെയും ഹിന്ദു മതത്തിന് പുറത്താണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ പലതായി വിഭജിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. കേവലം ഒരു മതപഠന ക്ലാസ്സിലെ വാക്കുകളല്ല ഇത്, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ഭൂരിപക്ഷ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണിത്. മുസ്ലിം വ്യക്തിനിയമ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള സജ്ജാദ് നൊമാനിയുടെ വാക്കുകൾ എത്രത്തോളം വിഷലിപ്തമാണെന്ന് നോക്കുക. കഅബയിലെ വിശുദ്ധ കല്ലിനെ ആണയിട്ടാണ് പട്ടികജാതി വിഭാഗങ്ങളും ആദിവാസികളും സിഖുകാരും ലിംഗായത്തുകളും ഒക്കെ എന്തിന് തമിഴ്നാട്ടിലെ ജനങ്ങൾ പോലും ഹിന്ദുക്കളല്ല എന്ന് ഇയാൾ പ്രഖ്യാപിക്കുന്നത്. ഡൽഹിയിലെ ജാട്ട് സമുദായം ഹിന്ദു മതത്തിന് പുറത്തുപോയി സിഖ് മതം സ്വീകരിക്കുകയാണെന്ന പച്ചക്കള്ളം വരെ ഇയാൾ പ്രചരിപ്പിക്കുന്നു. മതേതര ഹിന്ദു, വർഗീയ ഹിന്ദു എന്നീ തരംതിരിച്ച് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ജനസംഖ്യാ കണക്കെടുപ്പിലും സർക്കാർ രേഖകളിലും ഹിന്ദു മതത്തിൽ നിന്നും പുറത്തു പോകാൻ മറ്റു സമുദായങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് ഈ പുരോഹിതൻ. രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അടിത്തറയെ തന്നെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണിത്. ഹിന്ദു എന്ന വലിയൊരു വിഭാഗത്തെ പരമാവധി വിഭജിക്കുകയും മുസ്ലിം വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി നിലനിർത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള മഹാവികാസ് അഘാഡിക്ക് വേണ്ടി വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്ത അതേ വ്യക്തിയാണ് ഇപ്പോൾ ഈ ധ്രുവീകരണ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയാണ് സജ്ജാദ് നൊമാനിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് BJP വക്താവ് ഷഹസാദ് പൂനാവാല ആഞ്ഞടിച്ചത്. ഭൂരിപക്ഷ സമൂഹത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ ഏകീകരിച്ച് അധികാരം പിടിക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ അതേ അജണ്ട തന്നെയാണ് ഈ പുരോഹിതനും നടപ്പിലാക്കുന്നത്. ഈ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾ രാജ്യത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇന്ത്യയുടെ ദേശീയ ഐക്യത്തെ തകർക്കാനും ഏക വ്യക്തി നിയമം UCC, യൂണിഫോം സിവിൽ കോഡ് പോലുള്ള സുപ്രധാന ഭരണഘടനാ പരിഷ്കാരങ്ങൾ അട്ടിമറിക്കാനുമുള്ള ഇത്തരം നീക്കങ്ങളെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. വടക്കെന്നും തെക്കെന്നും മേൽജാതിയെന്നും കീഴ്ജാതിയെന്നും പറഞ്ഞ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഈ നീക്കം ദേശീയവാദികൾക്കിടയിൽ വലിയൊരു തിരിച്ചറിവിന് കാരണമായിരിക്കുകയാണ്. വിഭജിച്ചു ഭരിക്കുക എന്ന ഈ അജണ്ടയെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ പൂർണ്ണമായ ഏകീകരണം കൊണ്ട് മാത്രമേ നേരിടാൻ കഴിയൂ എന്ന് BJPയും തുറന്നടിക്കുന്നു. സ്വന്തം രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം വിഘടനവാദ ശക്തികൾക്ക് ഇന്ത്യൻ ജനാധിപത്യം വരും നാളുകളിൽ ശക്തമായ മറുപടി നൽകിയേ തീരൂ. ന്യൂസ് ഡെസ്ക്.